പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPIM-ന്റെ സോഷ്യൽ മീഡിയ പ്രചാരണ ടീം പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ ചെറുപ്പക്കാരെ ടീമിൽ ഉൾപ്പെടുത്താനാണ് CPIM-ന്റെ തീരുമാനം. നവമാധ്യമ മേഖലയിൽ പാർട്ടിയുടെ പ്രചാരണം പോരെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലപാടെടുത്ത പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ നടപടി വന്നത്. സോഷ്യൽ മീഡിയയുടെ പുത്തൻ പ്രചാരണ തന്ത്രങ്ങൾ അറിയുന്ന കൂടുതൽ പേർ ഈ സംഘത്തിലെത്തും. സൈബർ ടീമിന്റെ ചുമതലയുള്ള നികേഷ് കുമാറിനെതിരെ മറ്റ് സഹപ്രവർത്തകർ വിമർശനം ഉന്നയിച്ച് വിട്ടുനിന്നിരുന്നു. ഏകപക്ഷീയമായി നികേഷ് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് ദേശാഭിമാനിയുടെ ന്യൂസ് എഡിറ്റർമാരായിരുന്ന 3 മാധ്യമ പ്രവർത്തകരുടെ നിലപാട്. പഴയ വാർത്താരീതികൾ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കാൻ കഴിയില്ല എന്നും ഇവർക്കെതിരെ നികേഷ് കുമാറും വിമർശനം ഉന്നയിച്ചു. ഇതോടെയാണ് ഒരു തർക്കമുണ്ടായത്. ഈ തർക്കത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ടീമിനെ പരിഷ്കരിക്കാൻ CPIM തീരുമാനിച്ചിട്ടുള്ളത്. പുതിയൊരു ടീം വരുമ്പോൾ സൈബർ ഇടത്ത് CPM-ന് മേൽക്കോയ്മ നേടാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ അർജുൻ ഇനി പറയാൻ പോകുന്നത്. അർജുനെ, ഗുഡ് മോർണിംഗ്. ഇതേ നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചത് ഇന്ന പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ആവനാടിലുള്ള ബ്രഹ്മാസ്ത്രമാണ് സൈബർ ടീമുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം വരുന്ന വാർത്തകളൊക്കെ, നമ്മൾ ഈ വായിക്കുന്ന വാർത്തകൾ അവിടെ സത്യമാണോ കള്ളമാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ സൈബർ ഇടങ്ങളിൽ സൈബർ പോരാളികൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈബർ ടീം അവർക്ക് അത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ്. ആ സൈബർ ടീമിനുള്ളിലാണ് ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നികേഷ് കുമാറിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വരുന്നുവെന്നും ദേശാഭിമാനിയുടെ മുതിർന്ന 3 മാധ്യമപ്രവർത്തകർ ഇതിനെ തുടർന്ന് അവിടെ നിന്നും പോയി എന്നുള്ള വാർത്തകളൊക്കെ വന്നത്. മുഖ്യമന്ത്രിയും അതേപോലെ മന്ത്രിസഭയിലെ മറ്റ് നേതാക്കളും പാർട്ടി നേതാക്കളും ഒക്കെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു എന്ന് നമ്മൾ ഇന്നലെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് CPIM-ന്റെ നീക്കം? പുതിയൊരു ടീമിനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെയും ഈ പ്രശ്ന പരിഹാരമാകുമോ? ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ കൂടുതൽ മേൽക്കോയ്മ നേടാൻ പുതിയ ടീമിനെ കൊണ്ട് സാധിക്കുമോ? അർജുൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. CPM-ന്റെ സൈബർ ടീം മറ്റ് പാർട്ടികളുടെ സൈബർ പ്രചാരണത്തിൻ്റെ ആ നിലയിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനം ആദ്യം CPM-ന്റെ സൈബറിലെ സഖാക്കൾ തന്നെയാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് വരെ ആ ഒരു അതൃപ്തി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. സൈബർ രംഗത്ത് CPM-ന്റെ പ്രചരണം പോരാ എന്ന് മുഖ്യമന്ത്രി തന്നെ അഭിപ്രായം പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സൈബർ ടീമിനെ പരിഷ്കരിക്കാൻ ഇപ്പോൾ CPM തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ആ സൈബർ ടീമിനകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങളാണ്. നികേഷ് കുമാറാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. നികേഷ് കുമാറിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ 3 മുൻ ന്യൂസ് എഡിറ്റർമാരാണ് ഇപ്പോൾ വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നത്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് 3 പേർക്കും ഉള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർന്ന് സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഈ 3 പേർ എത്തുകയും ചെയ്തത്. അതേസമയത്ത് ഇവരോടുള്ള നികേഷ് കുമാറിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് 3 പേരും മുൻപ് ദേശാഭിമാനിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ആ ഒരു വാർത്താ രീതിയാണ് അവരിപ്പോഴും അവലംബിക്കുന്നത്. ആ വാർത്താ രീതി വെച്ചുകൊണ്ട് നവമാധ്യമ രംഗത്ത് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് നികേഷ് കുമാറിന് ഇവരോടുള്ള അഭിപ്രായ വ്യത്യാസം. ഈ 2 പ്രശ്നങ്ങളാണ് ഇപ്പോൾ CPM-ന്റെ സൈബർ രംഗത്ത് ഈ ആളുകൾക്ക് ഉള്ള പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM ഇക്കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്. അതായത് ഈ പുതിയ കാലത്തെ തന്ത്രങ്ങൾ അതൊക്കെ അറിയുന്ന ഒരു പുത്തൻ ടീമിനെ ഈ സൈബർ ടീം രംഗത്തേക്ക് കൊണ്ടുവരാനാണ് CPM തീരുമാനിക്കുന്നത്. അത് ഏറെയും ചെറുപ്പക്കാരാണ്. പ്രത്യേകിച്ച് UDF-ന്റെയും BJP-യുടെയും ഒക്കെ സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അറിയുന്ന യുവാക്കളാണ്. ടീമിനെ എത്രയും വേഗം പരിഷ്കരിച്ച് മതിയാവുകയുള്ളൂ. കാരണം ഈ പോരാളികളുടെ പോരാട്ടമൊക്കെ പാളിപ്പോകുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടിരുന്നു. മൊയ്തീന് പൈസ കൊടുത്തതും പിന്നീട് മൊയ്തീൻ പറഞ്ഞതും പിന്നീട് പറഞ്ഞത് തിരിച്ചു കുത്തിയതും ഒക്കെ ഈ സമൂഹം കണ്ടതും ചർച്ച ചെയ്തതും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ മൊയ്തീന്മാരൊന്നും വരണ്ട എങ്കിൽ ടീമിനെ എത്രയും വേഗം CPM പരിഷ്കരിച്ചേ മതിയാവുകയുള്ളൂ.